രവി കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്ന് വന്നു. ഞങ്ങൾക്ക് ഗിഫ്റ്റെല്ലാം കൊണ്ടുവന്നു. വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു. എങ്കിലും ഭയങ്കര അടമഴയായിരുന്നതുകൊണ്ട് അവർക്ക് വലിയ കൂടുതൽ യാത്രയൊന്നും ചെയ്യുവാനൊന്നും പറ്റിയില്ല. പ്രതീക്ഷിച്ചത്രയൊന്നും എൻജോയ് ചെയ്യുവാൻ പറ്റിയില്ല. കാരണം കുറേ യാത്രകളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അവരുടെ കുടുംബ വീട്ടിലൊന്ന് പോയി അവിടെ 2 ദിവസം തങ്ങി വന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് സുഖമില്ലാതായി. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളത് കാരണം ലീവ് ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യുവാൻ പറ്റിയില്ല. അപ്പം എങ്കിലും ഞങ്ങളൊരു ട്രീറ്റ് ചേച്ചി എന്ന നിലയിൽ ഒരു ട്രീറ്റ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ അതും അത്ര അങ്ങോട്ട് നമുക്കൊരു സന്തോഷകരമായിട്ടില്ല. കാരണം നമ്മൾ ട്രീറ്റ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച ദിവസമൊന്നും അവരും ഇവിടെ സ്ഥലത്തില്ല. പിന്നെ ഈ മഴയും പിന്നെ അവരുടെ യാത്ര, കുഞ്ഞിൻ്റെ അസുഖം, ഇതെല്ലാം കൊണ്ട് അവർക്കും ഒരിടത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കുവാൻ പറ്റിയില്ല. ഹോസ്പിറ്റൽ, പിന്നെ കുടുംബ വീട്, പിന്നെ ഈ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കുള്ള പോക്ക്, ഇതെല്ലാമായിരുന്നു. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, പ്രവി ഇന്ന് വൈകിട്ട് പോവുക. ഇന്ന് വൈകിട്ട് ഫ്ലൈറ്റിൽ കയറും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോകുന്നതിൻ്റെ അന്ന് ഒരു ഉച്ചയ്ക്ക് ഒരു ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പതിവ് പോലെ എൻ്റെ ഫേവറേറ്റ് റൈസ് ആൻഡ് ചിക്കൻ കറി ആൻഡ് ചിക്കൻ ഫ്രൈ, സലാഡ്, മാംഗോ പിക്കിൾ, ഇതൊക്കെയാണ് കൊടുത്തത്. പപ്പടം. എന്തായാലും എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു. പ്രവിയുടെ ഭാര്യ, അതായത് മൈ ഡിയർ സിസ്റ്റർ, അവരുടെ കുഞ്ഞ് അൻവി, പിന്നെ നമ്മുടെ നീസ്, അവരൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലുള്ള പിള്ളേരൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴായാലും വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണ് റൈസ് ആൻഡ് ചിക്കനൊക്കെ വെച്ച് മിന്നുവിന് പണ്ടേ കൊടുക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താണ് ഈ റൈസ് വെച്ചതിൻ്റെ ഒരു കാര്യം പറയാം എങ്ങനെയാണെന്ന്. റൈസ് എന്ന് പറയുമ്പോൾ റൈസ് വാങ്ങിക്കൊണ്ട് വന്നു. നല്ല ഒരു റൈസാണിത്. ചോറ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് പോകുന്നതല്ല, നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം അടുപ്പിൽ വെച്ചു. അത് 2 കിലോ റൈസ് ഇട്ടാണ് വെച്ചത്. കാരണം നമുക്ക് കുറച്ച് പേർക്കൊക്കെ കൊടുക്കണം, കുടുംബ വീട്ടിലൊക്കെ കൊടുക്കണം. അതിനെല്ലാം കരുതി 2 കിലോ റൈസ്, 2 ചിക്കൻ, ഇതെല്ലാം വാങ്ങി. അപ്പോൾ ആദ്യം അരിയെല്ലാം വെള്ളം അടുപ്പത്തിട്ടു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അരിയെല്ലാം കഴുകി വെച്ച് വെള്ളത്തിലിട്ട് വെച്ചു അരി. അത് കഴിഞ്ഞ് വെള്ളം തിളയ്ക്കാറായപ്പോഴത്തേക്കും അതിനകത്ത് ഉപ്പ് ചേർത്തു. അതുപോലെ തന്നെ ഈ കുറച്ച് മസാലയൊക്കെ ഉണ്ടല്ലോ, സ്റ്റാർ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ആ വെള്ളത്തിലിട്ടു. ഉപ്പ് ചേർത്തു, നാരങ്ങ നീര് ഒഴിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒക്കെ ചേർത്തു അതിനകത്ത്. പിന്നെ അതുപോലെ ബീൻസ്, ക്യാരറ്റ് എല്ലാം അരിഞ്ഞ് അതിൽ തന്നെ ഞാനങ്ങ് ഇടുമായിരുന്നു ചെയ്തത്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആ വെള്ളത്തിൽ തന്നെ ഇട്ടു. അതുപോലെ തന്നെ ഇതെല്ലാം നന്നായിട്ട് തിളച്ചപ്പോൾ അരിയും കഴുകിയിട്ടു. എല്ലാം അടിപൊളിയായിട്ട്, ഒരുപാട് അങ്ങോട്ട് അളിഞ്ഞില്ല. അരി കണ്ടില്ലേ, നല്ല പാകത്തിനാണ് അരി വെന്തത്. അരിയെല്ലാം നല്ല വലിയ കലത്തിലിട്ടാണ് വെച്ചത്. നന്നായിട്ടത് അരിയെല്ലാം കൂടെ വാർത്ത് വച്ച് കഴിഞ്ഞ് അതിനകത്ത് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, മസാല, ഇതെല്ലാം കൂടെ ഒന്നുകൂടി പൊടിച്ച് വഴറ്റി ചേർത്ത് അതായത് സൺഫ്ലവർ ഓയിലിനകത്ത് വഴറ്റി അത് ചേർത്തു ഈ റൈസിനകത്ത്. അതുകൂടാതെ മല്ലിയില, പുതിനയില, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം ചേർത്തു. മുന്തിരി അണ്ടിപ്പരിപ്പും നെയ്ക്കകത്ത് വഴറ്റിയാണ് ചേർത്തത്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല പൊളിയായിരുന്നു. വേണ്ട കാര്യങ്ങളെല്ലാം ചേർത്തു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി ഞാൻ വെച്ചു. പിന്നെ കുറച്ച് ചിക്കൻ പീസ് കാലൊക്കെ അവിടെ എടുത്ത് വെച്ചു. അപ്പോൾ ചിക്കൻ ലെഗ്സ് കണ്ടപ്പോൾ എൻ്റെ മോൾക്കൊരാഗ്രഹം, അമ്മേ ഇത് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ അവൾ തന്നെയാണ് ഇതിൻ്റെ ഫ്രൈ ചെയ്തതും. ഞാനങ്ങോട്ട് നോക്കാൻ പോയില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ജോലിയൊക്കെ തീർന്നിരുന്നു. അവൾ ചിക്കൻ ലെഗ് പീസെല്ലാം എടുത്ത് ഫ്രൈ ചെയ്ത് കൊണ്ടുവച്ചു. അതുപോലെ തന്നെ എല്ലാവരും കഴിച്ച് നല്ല തൃപ്തരായി. കണ്ടില്ലേ, മാങ്ങ അച്ചാറൊക്കെ നല്ല സൂപ്പറായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു. മാങ്ങയാണ് എനിക്ക് മോശമായിട്ട് തോന്നിയത്. കാരണം ഞാൻ വാങ്ങി 2-3 ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് മാങ്ങയച്ചാർ ഇട്ടത്. പക്ഷേ അത് മിന്നു പറഞ്ഞു, ഞാൻ എന്ത് വെച്ചിട്ട് കൊടുത്താലും അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഗ്രേവിയൊക്കെയാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വാരി കൂട്ടി. അപ്പോൾ എങ്ങനെ ഒക്കെ പറഞ്ഞിരുന്നാലും നല്ല ഒരു ഡിന്നർ തന്നെയായിരുന്നു അവർക്ക് കൊടുക്കുവാൻ പറ്റിയത്. അപ്പം എല്ലാവരും കഴിച്ച് നല്ല തൃപ്തരായി.
നല്ല ഇതായിട്ട് അധികവും വന്നു. അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തു, അധികം വന്നു. പിന്നെ അവർ കുറച്ച് വീട്ടിൽ നമ്മുടെ ആൻറ്റിയൊക്കെ വീട്ടിലുണ്ട്, അവർക്കൊക്കെ ആൻറ്റിയുണ്ട്, പിന്നെ ഒരു ബ്രദർ വീട്ടിലുണ്ട്, അവർക്കൊക്കെ കൂടി കുറച്ച് കൊടുത്തു വിട്ടു. എല്ലാം കൊണ്ടും നല്ല ഒരു ട്രീറ്റ് തന്നെയായിരുന്നു അവർക്ക് കൊടുത്തത്. നമ്മുടെ മനസ്സും നിറഞ്ഞു, അവരുടെയും മനസ്സ് നിറഞ്ഞു. അങ്ങനെ അവർ വളരെ സന്തോഷകരമായി അനുഗ്രഹിക്കപ്പെട്ടവർ പോയി. ഓക്കെ, താങ്ക് യു.